രാജ്യത്തെ ഇന്ധനവില ഉടൻ വർദ്ധിപ്പിക്കുമെന്ന് സൂചന. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നതും പൊതുമേഖലാ എണ്ണക്കമ്പനികൾ നേരിടുന്ന കനത്ത സാമ്പത്തിക നഷ്ടവും കണക്കിലെടുത്താണ് കേന്ദ്രത്തിന്റെ നീക്കം. വരും ദിവസങ്ങളിൽ ഇന്ധനവില 5 മുതൽ 10 രൂപ വരെ വർദ്ധിച്ചേക്കും. പശ്ചിമേഷ്യൻ സംഘർഷം 10 ആഴ്ച പിന്നിടുമ്പോൾ ഇന്ത്യൻ എണ്ണ വിപണിയിൽ വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. യുദ്ധത്തെ തുടർന്ന് രാജ്യാന്തര വിപണിയിൽ വില വർദ്ധിച്ചിട്ടും രാജ്യത്ത് കഴിഞ്ഞ 2 വർഷമായി ഇന്ധനവിലയിൽ മാറ്റം വരുത്തിയിരുന്നില്ല. ഇത് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ കമ്പനികൾ പ്രതിദിനം 1600 മുതൽ 1700 കോടി രൂപയുടെ വരെ നഷ്ടം നേരിടുന്നുവെന്നാണ് കണക്കുകൾ. യുദ്ധം തുടങ്ങിയ ശേഷം ഇതുവരെ ആകെ നഷ്ടം 1 ലക്ഷം കോടി രൂപ കടന്നു. ഈ സാഹചര്യം കേന്ദ്ര സർക്കാരിനെ കമ്പനികൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. യുദ്ധത്തിന് പിന്നാലെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ധനവിലയിൽ 30% വരെ വർധനവ് വരുത്തിയിരുന്നു. എന്നാൽ ഇന്ത്യയിൽ നിലവിൽ വില കുറഞ്ഞ നിരക്കിലാണ് വിൽപ്പന നടക്കുന്നത്. മാർച്ചിൽ പാചകവാതത്തിന് 60 രൂപ വർദ്ധിച്ചിരുന്നെങ്കിലും ക്രൂഡ് ഓയിൽ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് അപര്യാപ്തമാണെന്നാണ് കമ്പനികളുടെ വാദം. എണ്ണക്കമ്പനികളുടെ പരാതിയിൽ കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചതായാണ് വിവരം. അടുത്ത 2 ദിവസത്തിനുള്ളിൽ പുതിയ വില നിലവിൽ വന്നേക്കും. ലിറ്ററിന് 10 രൂപ വരെ വർധനവുണ്ടായാൽ അത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്ക് നയിച്ചേക്കാമെന്ന ആശങ്കയിലാണ് സാധാരണക്കാർ.